തമ്പുരു? അവർ മോളുടെ ചാനലിലോട്ട് വന്ന് നോക്കട്ടെ. പോയോ തമ്പുരു? നാഗാന്ന് വിളിക്കുന്നു. ആരാ? മാരു. തമ്പുരു പോയെന്ന് തോന്നുന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ, തമ്പുരു പോയെന്ന് തോന്നുന്നു. തമ്പുരുവിനെ നോക്കണ്ട. തമ്പുരു ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, തമ്പുരുവിനെ എല്ലാവരും ഇവിടെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും എന്ന് വെച്ചാൽ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അഭിശ്രീ ഇങ്ങനെ പറയുന്നു. ട്രോളന്മാർ കുറേ ആളുകൾ ദേവി പാവമാണ്, അവർക്ക് ദാനധർമ്മം ചെയ്യുന്നു. അതെ, ഞാൻ പാവമാണ്. അപ്പോഴേ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. അവർ ഞാൻ ഇന്നിടുന്ന ഈ വീഡിയോ എടുത്തുകൊണ്ട് പോയി പിന്നെ വേറെ ആളുകൾ പിന്നെ ഈ ട്രോൾ ചെയ്യുന്നുണ്ട്. ട്രോൾ വീഡിയോ പരിഹസിക്കുക, കളിയാക്കുക. ശരിക്കും അവരെ തന്നെയാണ്. അതവർ സമ്പത്തിന് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയാണ്. പക്ഷെ തമ്പുരു ഇടുന്ന വീഡിയോ പണമല്ല. തമ്പുരു ഇടുന്ന എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ അത് പണത്തിനല്ല. അതെനിക്ക് നന്നായിട്ടറിയാം. പണത്തിനല്ല. പണം വേണം, പണം ഓക്കെ, അതിലൂടെ പണം കിട്ടിയാൽ നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ ഒരാളുടെ ജീവിതം സാമ്പത്തികമായിട്ട് ഉപയോഗിക്കുന്നതും ആത്മാർത്ഥതയോടുകൂടി അതിലൂടെ ഇരുവർക്കും നല്ലത് ഉണ്ടാകട്ടെ എന്ന് കരുതി ഉപയോഗിക്കുന്നതും രണ്ടും രണ്ടാണ്, അല്ലേ? റൈറ്റ്. മറ്റുള്ള ഒരാളുടെ ജീവിതം എടുത്ത് പണം ഉണ്ടാക്കുന്നതും, എന്നാൽ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ട്. അവിടെ രണ്ടുപേരും ഒരുപോലെ പോകുകയാണ്. പക്ഷെ മറ്റവരങ്ങനെയല്ല. അവർ പണമാണ് കറക്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടുന്ന പണമാണ്. അവർക്ക് അതിൽ ഒരു ദയാദാക്ഷിണ്യമില്ല. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വീഡിയോ ഇട്ട് അവറ്റകൾക്ക് എന്തിനു കൊടുക്കണം? അതിൻ്റെ എങ്ങനെ പണം എനിക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. എൻ്റെ ഓരോ ചിലവുകൾ ഒന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. പിന്നെ കഴിഞ്ഞ ദിവസം വെളുപ്പാങ്കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്ന ദർശനം. എനിക്ക് കുറേ വസ്ത്രങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആ വെളുപ്പാങ്കാലത്തെ സ്വപ്ന ദർശനവും കൂടി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എണീറ്റപ്പോൾ രാവിലെ ഒരു സുന്ദരമായ ഒരു വാർത്ത വരുന്നു. നാഗ, അഡ്രസ് ഇത് തന്നെയാണോ? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണാം, ഞാൻ അവരുടെ പേരൊക്കെ സേവ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊരു വസ്ത്രശാലയുണ്ടായിരുന്നു. അപ്പോഴേ അവരുടെ നാട്ടിലെ വസ്ത്രങ്ങൾ അത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്കത് കയറ്റുമതി, എനിക്കിങ്ങോട്ട് അയച്ചു തരുവാണ് ആ വസ്ത്രങ്ങൾ എനിക്കിടാൻ വേണ്ടി. കണ്ടോ? അതാണ് നാഗ സൈരന്ധ്രി ദേവി എന്നോട് പറഞ്ഞു.